പിണറായി വിജയന് അന്തിമ താക്കീതുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തന്റെ കളികൾ താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിട്ടതിനു ശേഷം മാത്രമേ താൻ തന്റെ കളികൾ അവസാനിപ്പിക്കൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ച് കേന്ദ്രമന്ത്രിയായതോടെ താൻ കളി നിർത്തിയെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് തെറ്റിപ്പോയി എന്നും കേരളത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കാനുണ്ട് എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷം നടത്തേണ്ടത്. ജനങ്ങൾ നമ്മളെ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തണം. ഇതോടെ കേരളത്തിൽ BJPയുടെ മുഖം സുരേഷ് ഗോപി തന്നെയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ പിണറായി വിജയനും CPMനും കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. കാരണം കരുവന്നൂരിൽ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടലുകൾ CPMന്റെ തന്നെ പതനത്തിലേക്കുള്ളതാണ് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കരുവന്നൂരിൽ കേന്ദ്രം കളി ഇറക്കാൻ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടാൻ വേണ്ടിയാണ്. കരുവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന ആകാംക്ഷയാണ് CPMനെ മുൾമുനയിലാക്കുന്നത്. വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ BJP സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ നാവ് വായിലേക്കിട്ടില്ല, അതും വളച്ചൊടിച്ച് CPM സൈബർ കൂട്ടം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരുകാർ അനുഭവിച്ചോളൂ, ചെമ്പു ഗോപി പണി തുടങ്ങിയെന്നാണ് സൈബർ സഖാക്കളുടെ ട്രോൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് സൈബർ സഖാക്കളുടെ പുതിയ ക്യാപ്സ്യൂൾ. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MP കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനുള്ള പണം വാങ്ങി മാത്രമേ പോകൂ എന്ന പ്രസ്താവന മാത്രം ചുരണ്ടിയെടുത്ത് ബാക്കി മുക്കിക്കൊണ്ടാണ് CPM സൈബർ ആക്രമണം നടത്തുന്നത്. ജയിക്കാൻ വേണ്ടി ആരുടെ കാലും പിടിച്ചു നടന്ന ചെമ്പുഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കുണം കാണിച്ചു എന്നാണ് സൈബർ സഖാക്കളുടെ ആക്ഷേപം. എന്നാൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MP കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നും സുരേഷ് ഗോപി MP പറഞ്ഞിരുന്നു. അതിനുള്ള പണം വാങ്ങിയേ പോകൂവെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തൃശൂർ MP. താൻ ഇനിയും സിനിമ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചിലവഴിക്കും. വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ പണം നൽകുക. കണക്കുകൾ നൽകേണ്ടത് കൊണ്ട് തന്നെ 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് MP കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ. അതിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ തന്നെ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ. ആ കാശിൽ നിന്ന് നയാ പൈസ പോലും ഞാൻ എടുക്കില്ല. അത് എന്റെ ട്രസ്റ്റിയിലേക്ക് പോകും. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇങ്ങനെ മാത്രമായിരിക്കും താൻ ഉദ്ഘാടനങ്ങൾക്ക് പോകുക എന്ന് ഇപ്പോഴേ പറഞ്ഞു വെച്ചത് ഈ രീതിയിൽ ഇനി തനിക്ക് നേരെ ആക്രമണം വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിപ്പോഴേ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. തൃശ്ശൂരിലെ ജനങ്ങളാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല. അത് കൃത്യമായി നടത്താനുള്ള ചങ്കൂറ്റമുണ്ട് എന്ന് നേരത്തെ തെളിയിച്ചതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ അറ്റവും മൂലയും മാത്രം ചുരണ്ടിയെടുത്ത് കേന്ദ്രമന്ത്രിയെ ആക്രമിക്കാനിറങ്ങിയ സൈബർ സംഘം ഇപ്പോൾ തേഞ്ഞിരിക്കുകയാണ്. ഏതായാലും CPMനുള്ള പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി വെച്ചലക്കിയത്. ഈ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടണമെന്ന് സുരേഷ് ഗോപി പച്ചയ്ക്ക് പറയുകയാണ്. കരുവന്നൂരിൽ എന്തോ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട് എന്ന് വ്യക്തമാകുകയാണ് ഇതോടെ. ED കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കളി കണ്ട് ഗാലറിയിലിരുന്ന് കരയാനാണ് CPMന്റെ വിധി. തട്ടിപ്പിനിരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. തന്നെ കൈവിടാത്ത തൃശ്ശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് CPMനെ വിറപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ED ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുമുണ്ട്. അനധികൃത വായ്പ അനുവദിക്കാൻ
പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവിന്റെ തന്നെ മൊഴിയുമുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നീക്കമെന്നും അറിയേണ്ടതുണ്ട്. ഒരു വിക്കറ്റ് തെറിക്കാറായി എന്ന സൂചനകളും പുറത്തു വരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് കൂടും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുത്ത് നിൽക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് കൈവരും. CPMുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറും. കരുവന്നൂർ കേസിലാണ് ED തകർക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ആരാണ് എന്ന് കേരളക്കര ഇനി കണ്ടറിയും. ഇത് മനസ്സിലാക്കി തന്നെയാണ് കരുവന്നൂരിൽ സാക്ഷാൽ യെച്ചൂരി തന്നെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. സുരേഷ് ഗോപി എന്തായാലും അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. CPMന് കിട്ടാൻ പോകുന്നത് 8ന്റെ പണി തന്നെയായിരിക്കും. ആ അവസരം കേന്ദ്രമന്ത്രി പാഴാക്കില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. സുനിൽകുമാറിന് വേണ്ടി പ്രചരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെയും മാറി നിന്നതുപോലും കരുവന്നൂരിനെ പേടിച്ചിട്ടാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന ഭയം. ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ് സുരേഷ് ഗോപി കത്തിക്കയറുകയും ചെയ്തു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാകുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മുൻപ് സുരേഷ് ഗോപി വാക്ക് കൊടുത്തതുമാണ്. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപി എന്ന് തൃശ്ശൂരുകാർക്ക് നന്നായി അറിയാം. മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. കഴിഞ്ഞ 6-7 വർഷക്കാലമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ED വന്നതോടെയാണ് സംരക്ഷണം അസാധ്യമായത്. എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിലെത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ CPMന്റെ പച്ചയായ ഭയം തന്നെയാണുള്ളത്.